الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أما بعد الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين സന്തോഷത്തിലും ദുഃഖത്തിലും ധർമ്മം ചെയ്യുകയും കോപത്തെ ഒതുക്കി വെക്കുകയും ജനങ്ങൾക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നവർക്കാണ് അള്ളാഹു ജല്ല വഅല സ്വർഗം തയ്യാർ ചെയ്തിട്ടുള്ളത്. അള്ളാഹു ജല്ല വഅല ഗുണം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. മൈമൂൻ ബിനു മിഹ്റാൻ എന്നവരുടെ വീട്ടിൽ ഒരു വിരുന്നുകാരൻ വരികയാണ്. മഹാനവറുകൾ തൻ്റെ അടിമ സ്ത്രീയോട് രാത്രി ഭക്ഷണം പെട്ടെന്ന് ഉണ്ടാക്കി കൊണ്ടുവരാൻ നിർദ്ദേശിക്കുകയാണ്. അടിമ സ്ത്രീ ഭക്ഷണം ധൃതി പിടിച്ചുണ്ടാക്കി ഒരു പാത്രത്തിൽ എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് കാൽ വഴുതി വീണുപോയി. ആ ചൂടുള്ള ഭക്ഷണം യജമാനന്റെ തലയിൽ ഒഴിച്ചുപോയി. അപ്പോൾ മൈമൂൻ എന്നവര് പറയുകയാണ്, നീ എന്നെ പൊള്ളിച്ചു കളഞ്ഞല്ലോ പെണ്ണെ. യജമാനൻ തൻ്റെ മേൽ ദേഷ്യത്തിലാണ് എന്ന് മനസ്സിലാക്കിയ ആ അടിമ സ്ത്രീ പറഞ്ഞു, ജനങ്ങളെ സംസ്കാരം പഠിപ്പിക്കുന്നവരെ, ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവരെ, അല്ലാഹു ജല്ല വഅല പറഞ്ഞ കാര്യത്തിലേക്ക് നിങ്ങൾ മടങ്ങണം. മൈമൂൻ എന്നവർ ചോദിച്ചു, അല്ലാഹു ജല്ല വഅല എന്താണ് പറഞ്ഞത്? അടിമ സ്ത്രീ, വൽ കാളിമീനൽ ഗൈള്, കോപത്തെ ഒതുക്കി വെക്കുന്നവർ. മൈമൂൻ എന്നവർ പറഞ്ഞു, ഞാൻ എൻ്റെ കോപത്തെ ഒതുക്കിയിരിക്കുന്നു. അടിമ സ്ത്രീ, വൽ ആഫീന അനിന്നാസ്, ജനങ്ങൾക്ക് മാപ്പ് നൽകുന്നവർ. മൈമൂൻ എന്നവർ പറയുന്നു, നിനക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു. അടിമ സ്ത്രീ, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു ജല്ല വഅല ഗുണം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. മൈമൂൻ എന്നവർ പറയുന്നു, ഞാൻ നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു. ഖുർആനിൻ്റെ ഓരോ ആയത്തുകളും കേൾക്കുന്ന സമയത്തും ഓതുന്ന സമയത്തും അതിൻ്റെ അർത്ഥം ചിന്തിച്ച് സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളായ ആളുകൾ അവർക്ക് ഹൃദയത്തിൽ ഭയം വരികയും അവരുടെ കണ്ണ് നിറയുകയും ചെയ്യും. ഉപദേശം അപ്പടി സ്വീകരിക്കുകയും ചെയ്യും.